ഒരു സർക്കാർ ജോലി എന്നത് സാധാരണ മനുഷ്യരുടെ എല്ലാം സ്വപ്നമാണ്. ആ ജോലിക്ക് വേണ്ടി കഠിനമായി പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയാൽ ജീവിതം രക്ഷപ്പെടുമായിരുന്നു മുൻപൊക്കെ. എന്നാൽ ഇന്നതല്ല സ്ഥിതി. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞാലും നീണ്ട കാത്തിരിപ്പാണ്. നിയമനം എപ്പോൾ നടത്തണമെന്ന അധികാര തീരുമാനത്തിന്റെ ഔദാര്യവും കാത്ത് കഴിയേണ്ടി വരികയാണ് പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച ഓരോ ഉദ്യോഗാർത്ഥിക്കും. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും വരെ കാത്തിരിക്കേണ്ടി വരും. ഒടുക്കം പകുതി പോലും നിയമനങ്ങൾ നടക്കാത്ത നോക്കുകുത്തിയായ റാങ്ക് ലിസ്റ്റും നോക്കി കണ്ണീരൊഴുക്കണം. കഠിനാധ്വാനവും കഷ്ടപ്പാടും സ്വപ്നങ്ങളും ഒറ്റയടിക്ക് തകരുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഗതി വിധിക്കുന്നതാരാണ്? പല റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി തീരാൻ ഇനി ദിവസങ്ങളേയുള്ളൂ. ഭൂരിഭാഗം റാങ്ക് ലിസ്റ്റുകളിലും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നിയമനം കാത്തിരിക്കുകയാണ്. നിയമനം ലഭിക്കാത്തതിനാൽ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അനിശ്ചിതകാല സമരം നടത്തുന്നതും ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിക്കുന്നതുപോലും കേരളം മുൻപ് കണ്ടിട്ടുണ്ട്. ഒരു വഴിയുമില്ലാതെ ഇപ്പോഴിതാ സമരത്തിനൊരുങ്ങുകയാണ് പല ഉദ്യോഗാർത്ഥികളും. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ ഉദ്യോഗാർത്ഥികളുടെ വലിയ സമരമായിരിക്കും വീണ്ടും കേരളം കാണേണ്ടി വരിക. മുട്ടിലിഴഞ്ഞും വാ മൂടിക്കെട്ടിയും മെഴുകുതിരി കത്തിച്ചും തലമുണ്ടനം ചെയ്തും മണ്ണ് തിന്നും പുല്ല് തിന്നും ഉദ്യോഗാർത്ഥികൾ വീണ്ടും സമരം ചെയ്യണമെന്നാണോ സർക്കാർ പറയുന്നത്? വലിയ സ്വപ്നങ്ങളുമായി കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് ഞങ്ങൾ ഇനി ഭിക്ഷയെടുക്കാൻ ഇറങ്ങണോ സർക്കാരെ എന്നാണ്. ന്യൂസ് ബസ് ചോദിക്കുന്നു, റാങ്ക് ലിസ്റ്റുകൾ എന്ത് പ്രഹസനമാണ് സർക്കാരെ?